ഒരു അഭിമുഖത്തിൽ നവാസ് ഒരു നടനെന്ന് അറിയപ്പെടാനാണ് തനിക്കിഷ്ടമെന്നും എന്നാൽ അനുകരണ കലയിലാണ് താൻ ശോഭിച്ചതെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. വാപ്പ എപ്പോഴും പറയും, പഠനം അത് പ്രധാനമാണെന്ന്. ഏത് മേഖലയിൽ നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ന്യായമാണ്. പക്ഷേ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് കാലമാണ്. പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഇടത്തായിരിക്കും നമ്മൾ ശോഭിക്കുക. സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ അറിയപ്പെട്ടത് അനുകരണ കലയുടെ ലോകത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ജോൺ ഹോനായി എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്ന നവാസ് സമീപകാലത്ത് ക്യാരക്ടർ റോളുകളിലേക്ക് മാറിയിരുന്നു. ഈ കഥാപാത്രങ്ങളാകട്ടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ നവാസിലെ നടനെ അടയാളപ്പെടുത്തുന്നതും പ്രേക്ഷക പ്രീതി നേടുന്നവയുമായിരുന്നു. സമീപകാലത്ത് നവാസും ഭാര്യയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ എന്ന ചിത്രവും പുറത്തിറങ്ങിയിരുന്നു. ചിത്രത്തിലെ അഭിനയത്തിന് രഹ്നയെ തേടി പുരസ്കാരങ്ങളും വന്നിരുന്നു. ജീവിതത്തിലെന്ന പോലെ തന്നെ ഈ സിനിമയിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ഇരുവരും അഭിനയിച്ചത്. ഒരു നടനെന്ന നിലയിൽ തൻ്റെ രണ്ടാം ഘട്ടമായിരുന്നു നവാസിന് ഇത്. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലേക്ക് നവാഗതരായ സംവിധായകർ ഉൾപ്പെടെ വിശ്വസിച്ച് അദ്ദേഹത്തെ വിളിക്കുന്ന സമയം. തൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ തന്നെയാണ് അപ്രതീക്ഷിതമായി നവാസ് മടങ്ങുന്നത്. പ്രകമ്പനം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് കലാഭവൻ നവാസ് ചോറ്റാനിക്കരയിൽ എത്തിയത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി മടങ്ങാനായി ഹോട്ടലിൽ എത്തി എല്ലാം പാക്ക് ചെയ്തിരുന്നു. എന്നാൽ ഏറെ നേരം കഴിഞ്ഞും ഒരു മുറിയുടെ താക്കോൽ മാത്രം തിരികെ ലഭിച്ചില്ല. ഇതേ തുടർന്ന് റൂം ബോയ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ വീണ് കിടക്കുന്നുവെന്നായിരുന്നു വിവരം. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സിനിമകളിൽ കൂടുതൽ സജീവമാകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി വിടവാങ്ങൽ. മൃതദേഹം നിലവിൽ മോർച്ചറിയിലാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രം കൂടുതൽ വിവരം കിട്ടും. ഹോട്ടലിൽ പോലീസ് എത്തി വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. മിമിക്രിയിലൂടെ കലാരംഗത്തെത്തിയ നവാസ് കലാഭവനിലൂടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത്. സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയവേഷങ്ങൾ അവതരിപ്പിച്ചു. നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് പിതാവ്. നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ്. എന്തായാലും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് റൂം ബോയ് ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഹൃദയാഘാതമാണെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. 51 വയസ്സായിരുന്നു നവാസ്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്ത് തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ വിടവാങ്ങൽ.